ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന 3 ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ തലമുറ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് സച്ചിൻ, ധോണി, ദ്രാവിഡ് തുടങ്ങിയ സീനിയർ താരങ്ങളായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ. പിന്നീട് അവർ കളമൊഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മ, കോഹ്ലി, രഹാന തുടങ്ങിയ താരങ്ങൾ ടീമിലേക്ക് എത്തി. ഇപ്പോഴിതാ വീണ്ടും ടെസ്റ്റ് ടീമിൽ അടുത്തൊരു തലമുറ മാറ്റം വന്നിരിക്കുകയാണ്. അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇപ്പോഴിതാ അശ്വിന് പിന്നാലെ വേറെയും താരങ്ങൾ വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജഡേജ ഇവരെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങാൻ പോവുകയാണ്. ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലായിരിക്കും ഇവരുടെ അവസാന ടെസ്റ്റ് മാച്ച്. BCCI ആണ് അശ്വിനോട് വിരമിക്കാൻ പറഞ്ഞതെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും താക്കീത് കൊടുത്തിരിക്കുകയാണ്. സീനിയർ താരങ്ങൾ വിരമിക്കുമ്പോൾ യുവതാരങ്ങൾക്കാണ് അവസരങ്ങൾ വരുന്നത്. സഞ്ജു, സൂര്യ, ശ്രേയസ് തുടങ്ങിയ താരങ്ങൾക്ക് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തും. അടുത്തൊരു അപ്ഡേറ്റ് 4ാമത്തെ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 3ാമത്തെ ടെസ്റ്റ് സമനിലയായി. ഇനി എല്ലാവരും 4ാമത്തെ ടെസ്റ്റിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇനിയുള്ള ഓരോ മാച്ചും ഇന്ത്യക്ക് പ്രാധാന്യമുള്ളതാണ്. ഒരു ടെസ്റ്റ് തോറ്റാൽ പോലും ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പുറത്താണ്. അതുകൊണ്ട് മാക്സിമം ടെസ്റ്റ് വിജയിക്കണം. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. രോഹിത് ശർമ്മ വീണ്ടും ഓപ്പണിങ്ങിൽ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രോഹിത് സാധാരണ 6ാം നമ്പറിലാണ് കളിക്കാറ്. അതുകൊണ്ട് താരത്തിന് ഫോമാകാൻ സാധിക്കുന്നില്ല. കോഹ്ലിയെ മാറ്റി നിർത്തി മറ്റൊരു താരത്തിന് അവസരം കൊടുക്കാനാണ് മാനേജ്മെന്റിന്റെ പദ്ധതി. ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. 4ാമത്തെ ടെസ്റ്റിൽ സർപ്രൈസ് താരം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയ ഇതിനോടകം തന്നെ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവസാനത്തെ 2 ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിന് ചിലപ്പോൾ അവസരം കിട്ടിയേക്കും. കാരണം ഋഷഭ് പന്ത് മോശം ഫോമിലാണ് കളിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ രോഹിത് ശർമ്മയാണ് ടെസ്റ്റ് ക്യാപ്റ്റൻ. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയെ ടെസ്റ്റിൽ നിന്ന് നീക്കാനാണ് റിപ്പോർട്ട്. BCCI ഒരു യുവതാരത്തെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, KL രാഹുൽ ആയിരിക്കും, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ല്. ഇവരിൽ ഒരാൾ ടെസ്റ്റ് ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബുംറയെ BCCI ക്യാപ്റ്റനാക്കി നോക്കി, പക്ഷേ താരത്തിന് ക്യാപ്റ്റൻസി ഏറ്റെടുക്കാനുള്ള കഴിവില്ല. ഇന്ത്യൻ ടീം തോൽക്കുകയാണ്. രോഹിത്, കോഹ്ലിയുടെ കാലങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. സീനിയർ താരങ്ങൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സഞ്ജുവിന് അവസരം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു, സൂര്യ, തിലക് വർമ്മ ഈ 3 താരങ്ങൾക്ക് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തും. അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഇഷ്ടത്തോടെയല്ല വിരമിച്ചത്. BCCI വിരമിക്കാൻ ആവശ്യപ്പെട്ടതാണ്. അതുപോലെ രോഹിത് ശർമ്മ, കോഹ്ലി, ജഡേജ ഈ 3 താരങ്ങളോടും BCCI ഇത് പറഞ്ഞിട്ടുണ്ട്. T20യിൽ വിരമിച്ചതുപോലെ തന്നെ രോഹിത് ശർമ്മയും കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ പോവുകയാണ്. അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തലമുറ മാറ്റം വന്നിരിക്കുകയാണ്. ഇനി യുവതാരങ്ങളായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാൻ പോകുന്നത്. സഞ്ജുവിന് ഇത് സുവർണ അവസരമാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.